നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഹരേ കൃഷ്ണ. ഇന്ന് ഞാനേ അണ്ടികൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം അരി വറുക്കുകയാണ് കേട്ടോ. അരി വറുക്കുന്നതിലേക്ക് അരി വറുത്ത് ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ എന്താ പറയുക, കശുവണ്ടിയൊക്കെ പാക്കറ്റ് മേടിക്കുന്നതല്ലേ, അപ്പോൾ അത് നന്നായി റോസ്റ്റ് ചെയ്തെടുത്താലാണ് നല്ല സ്മെല്ല്. ആ അണ്ടിയുണ്ടയ്ക്ക് നമ്മൾ എന്താ പഴയ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന ആ അണ്ടിപ്പുട്ടിൻ്റെ സ്വാദുണ്ടല്ലോ, അത് വരാൻ ഇതിൽ ഇട്ടിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. വറുത്തെടുത്ത് അത് ചൂടാറിയതിന് ശേഷം കശുവണ്ടി സെപ്പറേറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അരി നന്നായി പൊടിക്കുക. വറുത്ത അരി നന്നായി പൊടിച്ചെടുത്ത് ഒരു തരി ഉണ്ടെങ്കിൽ നല്ല സ്വാദായിരിക്കും കേട്ടോ കഴിക്കുന്ന അണ്ടി ഉണ്ടാക്കി. അതിലേക്ക് 2 നാളികേരമാണ്. ഒരു കഷ്ടി 1 കിലോ അരിയിലേക്ക് ഞാൻ 2 നാളികേരമാണ് ഇട്ട് കൊടുക്കാറ്. പിന്നെ അതിലേക്ക് ഒരു 1/4 കിലോ ശർക്കര, ഒരു 100 ഗ്രാം മോളം തേന് ചേർക്കും, 50 ഗ്രാമോളം നെയ്യും ചേർക്കും. ഈ ശർക്കരയും ഏതൊക്കെ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അതിൽ നാളികേരം ഒന്നിട്ട് ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശർക്കര എല്ലാം നന്നായി നമുക്ക് അരഞ്ഞു കിട്ടും. അപ്പം നമുക്ക് കടിക്കുമ്പോഴുള്ള ഒരു ഫീലിങ് കിട്ടില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് സംഭവം എൻ്റെ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഭഗവാന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. കണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്കും സന്തോഷമാണ്. കാരണം നമ്മൾ ഭഗവാന് എന്ത് സമർപ്പിക്കുമ്പോഴും അത് ആ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു സന്തോഷം വേറെയല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്തു. അപ്പോഴത്തേനും കരണ്ടും പോയി. എനിക്ക് പണി കിട്ടി. നാളികേരം മുഴുവൻ ഒതുക്കിയെടുക്കാൻ നേരം കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് നാളികേരം ചിരകുന്നത് എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഞാനൊരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ചിരക്കി വെച്ചതിൽ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ശർക്കര അരിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ പൊടിക്കാൻ പറ്റില്ലല്ലോ, മിക്സിയിൽ പൊടിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു കൈ കൊണ്ട് ഇത് ചെയ്ത് കാണിക്കുന്നു, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും കൃഷ്ണ ഞാൻ ഇതുണ്ടാക്കിയിട്ട് ഭഗവാന് ഉണ്ണിക്കണ്ണന് കൊണ്ടുവച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. ഭഗവാനെ ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞ് തുളുമ്പിയിട്ടാണ്, ഭഗവാനോടുള്ള ആ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓരോന്നും. അത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്താണ്, നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കുക, ഭർത്താവിന് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ആർക്ക് എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ അത്രയും അധികം സന്തോഷത്തിലാണ് ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ നമ്മളെ മക്കളോ ഭർത്താവോ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഭഗവാൻ നമ്മളെ മനസ്സിലാക്കേണ്ടതാണ് അല്ലേ. ഓട്ടോമാറ്റിക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളതിനെ ഏറ്റവും കൂടുതൽ അറിയുന്നത് എല്ലാതും അറിയുന്നത് സാക്ഷാൽ ഭഗവാനാണെന്ന്. അപ്പോൾ ആ ഭഗവാന് നമ്മൾ എത്ര സന്തോഷത്തോടു കൂടിയിട്ട് ചെയ്യുക. എന്തായാലും കണ്ണൻ എനിക്കിങ്ങനെ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യം തന്നതിന് ഞാൻ ഭഗവാനോട് നന്ദി പറയാണ്. ഇനിയും ഇതുപോലെ എൻ്റെ കണ്ണനെ ഉണ്ടാക്കി കൊടുക്കാനും എണീറ്റ് നടക്കുന്ന കാലം അത്രയല്ലേ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാനും ഇതിൽ നിന്നുള്ള തൃപ്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. ആയുസ്സും ആരോഗ്യം ഒക്കെ എന്നും ഒരുപോലെ നിലനിൽക്കില്ലല്ലോ. നമുക്കും പ്രായമാവും. എന്തായാലും ഭഗവാൻ ആയുസ്സുള്ള കാലം അത്രയും എൻ്റെ മക്കളേനെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ പ്രിയപ്പെട്ടവരേനെയും സ്നേഹിക്കുന്ന പോലെയും അവരോട് സ്നേഹം കാണിക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ എന്നും ഭഗവാനോടുള്ള സ്നേഹം നിലനിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എന്നും ചെയ്യാറ്. കൃഷ്ണ, എല്ലാവർക്കും ഭഗവാന്റെ സ്നേഹവും കരുതലൊക്കെ ഉണ്ടാവട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. മാരുതാദീശ്വര കൈവല്യദായക ചാരുവാൻ നിൻ പാദം കൈതൊഴുന്നേൻ.
നാരായണാഖ്യേയാം പീയൂഷമുണ്ണുവാൻ നേരായ അനുഗ്രഹമേ ഗണമേ. സംസാരസാഗരമഗ്നരാം ജീവന്മാർ കംസാരിതൻ നാമം ചൊല്ലും നാകിൽ സംസാര ദുഃഖമാകീലവും തീർത്തുടൻ കംസാരി പാദത്തിലെത്തിച്ചേരും. യാഗവും യോഗവും വേദവിജ്ഞാനവും ഭോഗവിരക്തനെ മാത്രം കാക്കും. വേണ്ടപ്പോൾ ചിത്തവിശുദ്ധികളൊന്നുമേ സ്വന്തത്തിൽ അല്പവും ഇല്ലെന്നാകിൽ. എല്ലാവർക്കും നല്ല മനസ്സുണ്ടാവാൻ കൂടി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.